എന്നല്ല പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാർ, മനസ്സിലാക്കണം. ജൂതന്മാര് ഖബർ ആരാധിച്ചിരുന്നു. അതിന് ഖബറിന്മേൽ അവർ സുജൂദ് ചെയ്തിരുന്നു. അതിനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അത് ഞാനും എൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. യഹൂദികളും നസ്രാനികളും മഹാന്മാരായ അമ്പിയാക്കളുടെ ജാറം, ആ ജാറത്തിൽ പോയിട്ട് സുജൂദ് ചെയ്തു കഴിഞ്ഞു. സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു ജാറത്തിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥലത്തും സുജൂദ് ചെയ്യാൻ പാടില്ല അല്ലാഹുവിനല്ലാതെ. അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ ആ സുജൂദ് ചെയ്തവരെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം നിങ്ങൾ കണ്ടോ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദികൾക്ക് ലഅനത്ത്, നസ്രാനികൾക്ക് ലഅനത്ത്. അവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ, അവരുടെ അമ്പിയാക്കളുടെ മഖ്ബറകൾ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി. സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കിയിട്ടും സ്ഥലത്തിന് ലഅനത്ത് പറയുന്നില്ല. പറയുന്നത് എന്താണ്? അവർക്ക് ലഅനത്ത്, ആ പണി ചെയ്തവർക്ക് ലഅനത്ത്. കണ്ടോ ബുഖാരിയുടെ ഹദീസ്? കണ്ടോ ബുഖാരിയുടെ ഹദീസ്? കണ്ടോ? ആ സ്ഥലത്തിന് ലഅനത്ത് പറയുന്നില്ല, സുജൂദ് ചെയ്തിട്ടും പറയുന്നില്ല. ഒരു കൂട്ടം സുജൂദ് ചെയ്തുകൊണ്ട് സ്ഥലം ലഅനത്തുള്ളതാവോ? അവൻ ലഅനത്തുള്ളവരാവുന്നല്ലാതെ. യഹൂദികൾ ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അമ്പിയാക്കളുടെ ഖബറുകൾ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കിയതിനാൽ യഹൂദികൾക്ക് ലഅനത്തുണ്ട്, നസ്രാനികൾക്ക് ലഅനത്തുണ്ട്. ഇനി മൗലവിയുടെ കഥ കേൾക്കണോ? ഇപ്പൊ മൗലവി വന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞറിയോ? നേരത്തെ മൗലവിമാര് പറഞ്ഞു ജൂത ക്രിസ്ത്യാനികളുടെ നടപടിയാണ് ജാറമുണ്ടാക്കല് എന്ന് പറഞ്ഞു. അതൊന്ന് വെച്ചു കൊടുത്താൽ അവനെ ആദ്യം. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. അത് പറഞ്ഞ മൗലവി ഞാൻ ഈ വിശദീകരണം നമുക്ക് കൊടുത്തപ്പോ ഇപ്പൊ മൗലവി വന്നിട്ട് പറഞ്ഞെന്നറിയോ? ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ അമ്പിയാക്കളെ ആരാധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ ആരാധിക്കലല്ലേ, നമ്മൾ സിയാറത്ത്, നമ്മൾ ഖുർആൻ ഓതല്ലേ, നമ്മൾ അല്ലാഹുവിനോട് ദുആക്കല്ലേ, അതുപോലെ തവസ്സുൽ ചെയ്യല്ലേ, ഇസ്തിഗാസ ചെയ്യല്ലേ നമ്മളുടെ ആരാധിക്കുന്നത്. അപ്പൊ ഇപ്പൊ മൗലവി മാറ്റി പറഞ്ഞു. അത് ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ, മാറ്റി പറഞ്ഞൊന്ന് കേൾപ്പിച്ചു കൊടുത്താ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിച്ചതാണ്. ജൂതനസാറാക്കളുടെ സമ്പ്രദായമാണ്, ജൂതനസാറാക്കളുടെ സമ്പ്രദായമാണ് ഖബറുകളെ മസ്ജിദുകളാക്കുന്ന സമ്പ്രദായം, ആരാധനാലയങ്ങളാക്കുന്ന സമ്പ്രദായം. അവർക്ക് ഒരു പുണ്യാളെന്നവരിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബനൗവല ഖബരിഹി മസ്ജിദാ, അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ അവർ മസ്ജിദ് ഉണ്ടാക്കും, ആരാധനാ കേന്ദ്രമുണ്ടാക്കും. അങ്ങനെ അവിടെ ആരാധനകൾ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടേറെ നിർദ്ദേശങ്ങളിൽ പല റിവായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശയത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറയാണ്, അലാ അറിയണേ ജനങ്ങളെ, ഇന്നി അൻഹാക്കും മൻ ദാലിക, ഞാൻ നിങ്ങളോട് അവരുടെ സമ്പ്രദായത്തെ പിന്തുടരുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ. പറഞ്ഞത് തന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ ജാറുണ്ടാക്കി എന്നല്ല റസൂൽ പറഞ്ഞത്. ജാറുണ്ടാക്കിയ വകയിൽ ലഅനത്തൊന്നും അല്ല പറഞ്ഞത്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി, ആരാധന നടത്തി. അങ്ങനെ അമ്പിയാക്കളുടെ ഖബർ ആരാധിക്കുന്ന സ്ഥലമാക്കി. അതിനെ റസൂൽ എതിർത്ത് ഇപ്പൊ മൗലവി സമ്മതിച്ചു. നേരത്തെ പറഞ്ഞ ജാറുണ്ടാക്കിയതായിരുന്നു. ജാറുണ്ടാക്കിയതല്ല ജൂതന്മാര്, ആരാധനാ സ്ഥലങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് അവർ ആരാധിച്ചു. അതാ പ്രശ്നം. അതിപ്പോ മൗലവി സമ്മതിച്ചു. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ആ ഹദീസ് വിവരിച്ചുകൊണ്ട് തന്നെ ഫത്ഹുൽ ബാരിയിൽ നിങ്ങൾക്ക് കാണാം, ലമ്മ കാനത്തുൽ യഹൂദു വന്നസാറ യസ്ജുദൂന ലിഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളെ ഖബറുകൾക്ക് യഹൂദി നസാറാക്കൾ സുജൂദ് ചെയ്തപ്പോൾ, തഅളീമൻ ലിശൈരിഹിം അവരെ ബഹുമാനിച്ചിട്ട് സുജൂദ് ചെയ്തപ്പോൾ, വയജഅലൂനഹാ ഖിബ്ലതൻ യതവജ്ജഹൂന ഫിസ്സലാത്തി നഹവഹാ, നിസ്കാരത്തിൽ ഖബറുകളെ അവർ തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തപ്പോൾ,
വത്തഖദൂഹാ ഔസാനൽ, അതിനെ അവർ വിഗ്രഹങ്ങളാക്കുകയും ചെയ്തപ്പോൾ ലഅനഹും, യഹൂദികളെ റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തു. വമനഅൽ മുസ്ലിമീന അൻ മിസ്ലി ദാലിക, അങ്ങനെ ഖബറിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുകയും ഖബറുകളുടെ സുജൂദ് ചെയ്യുകയും ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചു. ഫഅമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ, എന്നാൽ വല്ല വ്യക്തിയും പള്ളി നിർമ്മിച്ചാൽ ഫീ ജിവാരി സാലിഹിൻ, ഒരു മഹാനായ മനുഷ്യന്റെ ഖബറിന്റെ സമീപത്ത് പള്ളി നിർമ്മിച്ചാൽ വഖസദ തബറുക ബിൽ ഖുർബി മിൻഹു ലതഅലീമ വലഹു വലതവജ്ജുഹ അൻഹു, ആ ഖബറിലേക്ക് മുന്നിട്ട് സുജൂദ് ചെയ്യലല്ല, മറിച്ച് ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ബറക്കത്തെടുക്കൽ ഉദ്ദേശിച്ചാൽ ഫലാ യദ്ഖുലു ഫീ ദാലികൽ വഈദ്, അത് റസൂലുള്ളാഹി വിരോധിച്ച ഇനത്തിൽ പെട്ടതല്ല. അപ്പൊ മഹാന്മാരെ മഖ്ബറയുടെ സമീപത്തുള്ള പള്ളികളിൽ ഇരുന്ന് ഇബാദത്തെടുത്ത് ബറക്കത്തെടുക്കുന്നത് റസൂലുള്ളാഹി വിരോധിച്ച വിഷയമല്ല. ബുഖാരിയുടെ ശറഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അതാ ഇമാം ബൈളാവിയിൽ നിന്നെടുത്ത് ഉദ്ധരിച്ച് വിശദീകരിച്ചു. എന്നാൽ അതിന് പകരം ഇവര് മഹാന്മാരെ മഖ്ബറയുടെ സമീപത്ത് പള്ളി നിർമ്മിച്ചിട്ട് അവിടെ ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം മുശ്രിക്കാക്കുകയാണ്. എന്നാ സഹോദരന്മാരെ, ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ പള്ളി ഒന്ന് മസ്ജിദുൽ ഹറാമല്ലേ, ഒന്ന് മസ്ജിദുൻ നബവിയല്ലേ? ആ മസ്ജിദുൽ ഹറാമിൽ തന്നെ കഅബത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് അമ്പിയാക്കളെ ഖബറുണ്ടെന്ന്, കഅബത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് അമ്പിയാക്കളെ ഖബറുണ്ടെന്ന്. അതാ മുജാഹിദേ, നിങ്ങളെ ഇസ്ലാഹി മാസിക വായിച്ചിട്ട് ഞാനിവിടുന്ന് പ്രസംഗിച്ചില്ലേ, അതിന്റെ പത്രാധിപരല്ലേ സലഫി? ഞാനത് ചോദിച്ചിട്ട് നിങ്ങൾ കാമ എന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പത്രത്തിലല്ലേ ഉള്ളത് കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ആയിരക്കണക്കിന് നബിമാരെ ഖബറുണ്ടെന്ന്. നിങ്ങളതിനെ കുറിച്ച് ഒന്നും മിണ്ടാതെ പോയതെന്തേ സലഫി? നിങ്ങളിവിടെ പ്രചരിപ്പിച്ച പത്രത്തിലല്ലേ അതുള്ളത്? ഇനി ഞാൻ പറയട്ടെ, മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ 3 മഹാന്മാരുടെ ഖബറല്ലേ? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അതിനെ ആരും ആരാധിക്കുന്നില്ല കേട്ടോ, അതേ സമയത്ത് ആദരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഫാത്തിഹ ഓതുന്നുണ്ട്, യാസീൻ ഓതുന്നുണ്ട്, അവിടെ നിന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹിനെ വിളിക്കുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്, തവസ്സുൽ ചെയ്യുന്നുണ്ട്, ബറക്കത്തെടുക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരാളും ആരാധിക്കുന്നില്ല കേട്ടോ. നിങ്ങളെ ഭാഷയിൽ മഖ്ബറെ പോയിട്ട് യാസീൻ ഓതിയാൽ അത് ഖബറിന് ആരാധനയാണ്. മഖ്ബറെ പോയി ഫാത്തിഹ ഓതിയാൽ അത് ഖബറിന് ആരാധനയാണ്. അവിടുന്ന് സലാത്ത് ചൊല്ലിയാൽ ഖബറിന് ആരാധനയാണ്. അവിടുന്ന് ദിക്ർ ചൊല്ലിയാൽ ആരാധനയാണ്. അവിടുന്ന് അള്ളാഹിനോട് ദുആ ചെയ്താൽ ആരാധനയാണ്. തവസ്സുൽ ചെയ്താൽ അത് ഖബറിന് ആരാധനയാണ്. ഇത് നിങ്ങളെ പുതിയ മതമല്ലേ മൗലവിമാരെ? ഞങ്ങളെ മതത്തിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഖബറിനടുക്കൽ ചെന്നിട്ട് ഖബറിലുള്ളവരെ വിളിച്ചിട്ട് സലാം പറയാനല്ലേ പറഞ്ഞത്? അതേ, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായി ഖബറിലുള്ളവരെ, എന്റെ ഖബറിലുള്ളവരെ വിളിക്കാൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹിയല്ലേ? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ? എന്നിട്ട് ആ ഖബറിലുള്ളവരുടെ സമീപത്ത് വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയല്ലേ? അവിടുന്ന് ഖുർആൻ എത്ര ഓതിയാലും പുണ്യമാണെന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് ശറഉൽ മുഹദ്ദബിലില്ലേ? ലോകത്ത് മുഴുവൻ ഇമാമീങ്ങളും പറഞ്ഞ കാര്യം, നിങ്ങൾ ഖബർ ആരാധനയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളാക്കിയില്ലേ മൗലവിമാരെ? എന്നാ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഖബറിന്റെ മേലെ കുബ്ബ പണിയുന്നതും മഹാന്മാരെ ഖബറിന്റെ മേലെ ബിൽഡിംഗ് പണിയുന്നതും പുണ്യകർമ്മമാണെന്നതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഉദ്ധരിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചിട്ട് ആ കിതാബിനെ കുറിച്ച് നിങ്ങൾ മിണ്ടിയില്ലല്ലോ മൗലവി. ഇനിയും
ഇനിയും ചോദിക്കട്ടെ, നിങ്ങളിപ്പോ വന്നപ്പോൾ സമ്മതിച്ചില്ലേ റസൂലുള്ളാഹിന്റെ ജാറം അത് സഹാബത്തിന്റെ കാലത്ത് തന്നെ ഉണ്ടെന്ന് നിങ്ങളിപ്പോ സമ്മതിച്ചില്ലേ മൗലവി? കേൾക്കണോ? അള്ളാന്റെ റസൂലിന്റെ ഖബറ് ആരാധിക്കപ്പെടരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഖബർ റൂമിന്റെ ഉള്ളിലാക്കി ഭദ്രമാക്കിയത് എന്ന് മൗലവി തന്നെ ആയിഷ ബീവി അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത് ഗമിച്ചുട്ടാ. ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും ഭയപ്പെട്ടു, എന്റെ ഖബറെങ്ങാനും ആരാധനാ കേന്ദ്രമാകുമോ, എന്റെ ഖബർ ഒരു ആരാധിക്കപ്പെടുന്ന വസനാകുമോ, ബിംബമാകുമോ, വിഗ്രഹമാകുമോ? ആ നിലക്ക് എല്ലാ കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ഉണർത്തുന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിഷ ഉമ്മ ബീവി, നമ്മുടെ ഉമ്മയില്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവര് പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോ അതുകൊണ്ട് തന്നെ അതാ ഖബർ വെളിച്ചത്താക്കാതെ അവിടെ പ്രത്യേകമായ രൂപത്തിലുള്ള ഈ ഏതെങ്കിലും സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ അവസരം കിട്ടാത്ത നിലക്ക് അതങ്ങ് ആ റൂമിന്റെ ഉള്ളിൽ ഭദ്രമാക്കപ്പെട്ടു. കണ്ടോ? അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബർ ആരാധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി റൂമിന്റെ ഉള്ളിൽ ഭദ്രമാക്കപ്പെട്ടു. അപ്പൊ റൂമിന്റെ ഉള്ളിലാക്കി ഭദ്രമാക്കിയാൽ ഖബർ ആരാധിക്കലില്ലാതെയാകുകയാണ്, ഖബർ ആരാധന നടക്കാതിരിക്കുകയാണ് എന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത് മൗലവി? അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബർ റൂമിന്റെ ഉള്ളിലാക്കപ്പെട്ടത് ഖബർ ആരാധിക്കപ്പെടാതിരിക്കാനാണെന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ മൗലവി?